അവർക്ക് ഉച്ചയ്ക്ക് പെട്ടെന്നുണ്ടായ വെളിമാറുകൊണ്ട് ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടക്കാൻ പോകുന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ അവരുടെ സംസ്ഥാന നേതാവ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. വൈകുന്നേരം 5 മണി വരെ ഞങ്ങൾ കാത്തിരുന്നു. ആദ്യം കിട്ടിയത് 4 മണിക്ക് വരുന്നതാണ് പറഞ്ഞു. 4:30 കഴിഞ്ഞ് 4:45 കഴിഞ്ഞ സമയത്ത് ഞാൻ തന്നെ നേരിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ പോയി കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാക്കന്മാരെ ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യണം. കാരണം എന്താ, നിങ്ങളൊക്കെ നാളെ ബിജെപി ആകേണ്ട ആളുകളാണ്. ഇതിനേക്കാളും വലിയ നേതാക്കന്മാർ. പക്ഷേ ബിജെപി ഓഫീസിലേക്ക് നിങ്ങൾ പ്രതിഷേധവുമായിട്ടാണ് വരാൻ തയ്യാറെങ്കിൽ നിങ്ങൾ ബിജെപി ഓഫീസിലേക്ക് അന്വേഷിച്ച് വരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ബിജെപി ഓഫീസിലേക്ക് അന്വേഷിച്ച് വരേണ്ട യാതൊരു ആവശ്യമില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മുമ്പിലെ നിങ്ങളുടെ നേതാക്കന്മാരെ കാത്ത് ഞാൻ ഒറ്റയ്ക്ക് വന്നു. കാരണം ഇവിടെ പാലക്കാട്ടെ ബിജെപി പ്രവർത്തകന്മാരുടെ ആവശ്യമൊന്നുമില്ല. ഒരൊറ്റ ആൾ മതി. നിങ്ങളുടെ 3 നേതാക്കന്മാർക്ക് ഞങ്ങൾ ഒരു പ്രവർത്തകൻ മതി. നിങ്ങൾ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ വന്നിരുന്നിട്ടും നിങ്ങളുടെ ഒരു നേതാക്കന്മാർ ആളുകൾ വന്നില്ല. പിന്നെ കോൺഗ്രസിന്റെ പ്രകടനം ഉണ്ടായിരുന്നു, പ്രതിഷേധ പ്രകടനം ഇങ്ങോട്ട്. പോലീസുകാരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥന ഉണ്ടായിരുന്നു, നിങ്ങൾ ദയവ് ചെയ്ത് ആ ബാരിക്കേഡ് മാറ്റണം പറഞ്ഞു. നേരിട്ട് ഞാൻ പോയി പറഞ്ഞതാണ്, ആ ബാരിക്കേഡ് തുറന്നു കൊടുക്കണം. കോൺഗ്രസ് പാർട്ടിയുടെ നട്ടലുള്ള, സന്ദേഹമുള്ള, ആണത്തമുള്ള ഏതെങ്കിലും ഒരു ബിജെപി ഓഫീസിനെ പൊട്ടിപ്പുറത്താണ് ആദ്യം പറഞ്ഞ ഓഫീസ്. നട്ടലിന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരുത്തൻ ഈ ബിജെപി ഓഫീസിന്റെ മുമ്പിലൊക്കെ പോട്ടെ 100 മീറ്റർ മുൻപിലേക്ക് വരാനുള്ള ധൈര്യമുള്ള ആഴത്തുള്ള ഏതെങ്കിലും ഒരുത്തൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അവിടെ അപ്പുറത്തെ നിങ്ങളുടെ മുമ്പിൽ 100 പോലീസുകാരുടെ. രാഹുൽ മാങ്കൂട്ടം എംഎൽഎക്കെതിരായ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ബിജെപി ഓഫീസിലേക്കുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ചിന് പിന്നാലെയാണ് വെല്ലുവിളിയുമായി ബിജെപി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ രംഗത്തെത്തിയത്. നിങ്ങളുടെ കൂട്ടത്തിൽ നട്ടെല്ലിന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ ബിജെപി ഓഫീസിന്റെ മുന്നിലേക്ക് വാ, അല്ലെങ്കിൽ 100 മീറ്റർ അടുത്തേക്കെങ്കിലും വരാൻ ധൈര്യമുള്ള ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ആഫീസിലെ ദണ്ട് പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു, അതൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, നേരിടാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പ്രശാന്ത് ശിവൻ പറഞ്ഞു. പാലക്കാട് നഗരസഭ സ്ഥാപിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതിനെതിരെ രംഗത്ത് വന്നതു മുതലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബിജെപി പോര് തുടങ്ങിയത്. ഹെഡ്ഗേവാർ വിവാദത്തിൽ MLA ഓഫീസിലേക്ക് ബിജെപി നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ നടന്ന പ്രസംഗത്തിൽ പാലക്കാട് ജില്ലാ സെക്രട്ടറി രാഹുലിന്റെ തല ആകാശത്ത് കാണേണ്ടി വരുമെന്ന് കൊലവിളി നടത്തിയിരുന്നു. തൊട്ടു പിന്നാലെ മറ്റൊരു പ്രകടനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർക്കെതിരെയും വീണ്ടും കൊലവിളി മുദ്രാവാക്യം ഉയർന്നു. മോനെ മോനെ രാഹുലെ, ഒറ്റുകാര സന്ദീപെ, ബിജെപിയോട് പോരിന് വന്നാൽ വിശാല ഖബറിടം ഒരുക്കി വെച്ചോ, ആരിത് പറയുന്നെന്നറിയില്ലേ, RSSൻ പുത്രന്മാർ തുടങ്ങിയ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളാണ് ബിജെപി പ്രവർത്തകർ മുഴക്കിയതെന്നാണ് പറയുന്നത്.